പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ടവരെ, മംഗളവാർത്ത ധ്യാന ടീമിൻ്റെ വചന അഭിഷേക ധ്യാനത്തിൻ്റെ 14ാമത്തെ സുദിനത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദശാംശത്തെക്കുറിച്ച് തന്നെയാണ് നമ്മളിന്ന് പങ്കുവയ്ക്കുന്നത്. ദശാംശം കൊടുക്കാൻ നമ്മൾ തയ്യാറായാൽ ഒത്തിരിയേറെ അനുഗ്രഹങ്ങളുണ്ട്. ഞാനൊരു വചനം വായിക്കാം. സങ്കീർത്തന പുസ്തകത്തിലെ 41ാമത്തെ അധ്യായം 1, 2, 3 വാക്യം. ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ ഭാഗ്യവാൻ, കഷ്ടതയുടെ നാളുകളിൽ അവനെ കർത്താവ് രക്ഷിക്കും. കർത്താവ് അവനെ പരിപാലിക്കുകയും അവന്റെ ജീവൻ സംരക്ഷിക്കുകയും ചെയ്യും. അവൻ ഭൂമിയിൽ അനുഗ്രഹീതനായിരിക്കും. അവിടുന്ന് അവനെ ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കുകയില്ല. കർത്താവ് അവനെ രോഗശയ്യയിൽ ആശ്വാസം പകരും. അവിടുന്ന് അവനെ രോഗശാന്തി നൽകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ ശ്രവിക്കുന്ന എൻ്റെ പ്രിയ ദൈവമക്കളെ, കർത്താവ് പറയാ, ദശാംശം കൊടുക്കുന്നവനെ അത്ഭുതകരമായ രോഗശാന്തി നൽകും എന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്. നമ്മൾ സാധാരണ ധ്യാനങ്ങളിലൊക്കെ കൂടി ക്ഷമിക്കാനും ഒക്കെ സാധിച്ചു കഴിയുമ്പോൾ, രമ്യപ്പെടാനൊക്കെ സാധിച്ചു കഴിയുമ്പോൾ രോഗശാന്തികളുണ്ടാവും. ഈ ദശാംശം കൊടുക്കുമ്പോൾ രോഗശാന്തി ഉണ്ടാവുന്ന കാര്യം ബൈബിളിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ഞാൻ ഒരു പള്ളിയിൽ ധ്യാനം നടത്തുകയാണ്. തൃശ്ശൂർ രൂപതയിലത്തെ ഒരു പള്ളിയിൽ ധ്യാനം നടത്തുകയാണ്. ഈ ഗ്രൂപ്പ് ധ്യാനം പകല്. അപ്പോൾ എൻ്റെ ഈ ദശാംശത്തിൻ്റെ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. വേറൊരാളാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പം എൻ്റെ അടുത്തേക്ക് ഒരു ഹൈന്ദവ സഹോദരി ആ ധ്യാനത്തിലുണ്ടായിരുന്നു. അവൾ എൻ്റെ അടുക്ക് വരികയാണ്. അപ്പോൾ എന്നെ കണ്ടിട്ട് ആൾ പറഞ്ഞു, ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ പറഞ്ഞു. എന്നിട്ട് അവള് ഒരു പേഴ്സ്, ബ്ലൗസിൻ്റെ ഉള്ളിൽ നിന്നൊരു പേഴ്സ് എടുത്തു, കുഞ്ഞൊരു പേഴ്സ്. അത് തുറന്നിട്ട് ഒരു 100 രൂപയുടെ നോട്ട് എടുത്തിട്ട്, ഇത് ജോസ് ബ്രദർ വെച്ചു എന്ന് പറഞ്ഞിട്ട് എൻ്റെ തന്നു. എന്തിനാ? ഇതെൻ്റെ ദശാംശമാണെന്ന്. ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ വിചാരം ഞാൻ വചനം വിതയ്ക്കുമ്പോഴേക്കും ഫലം പുറപ്പെടുവിച്ചു എന്നാണ് ഞാൻ വിശ്വസിച്ചത്. ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ടുള്ളൂ, പൈസക്കാരത്തിയല്ല. ഈ നിസ്സാര കൂലിപ്പണിക്ക് പോണ ഒരു സഹോദരി, ഹിന്ദു പെണ്ണ. ഇത് എൻ്റെ ദശാംശമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ക്രിസ്ത്യാനികൾ പോലും ഈ ദശാംശം കൊടുക്കാറില്ല. പക്ഷെ ഇതൊരു ഹിന്ദു ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട ഒരു സഹോദരി എൻ്റെ ദശാംശൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങി നിൽക്കുമ്പോൾ അവൾ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് പേഴ്സ് എടുത്തിട്ട് ഒരു 100 രൂപ എനിക്ക് തരികയാണ്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് തരണ്ട, അത് അവിടെ അച്ഛൻ നിൽക്കേണ്ട, അച്ഛനോട് തുറന്നത്. അപ്പം അച്ഛൻ അവിടെ നിന്നിട്ട് ഇത് കാണുന്നുണ്ട്. അപ്പം അച്ഛൻ പറഞ്ഞു, വാങ്ങിച്ചോ, കുഴപ്പമില്ല. എന്നാൽ അങ്ങനെ തന്നേക്കെന്ന് പറഞ്ഞിട്ട് ഞാൻ മേടിച്ചു, എൻ്റെ പോക്കറ്റിൽ വെച്ചു. എന്നിട്ട് ഞാൻ ചോദിച്ചേ, ദശാംശൻ്റെ ക്ലാസ് ഇഷ്ടമായ? പിന്നെ എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പം ആൾ എന്നോട് പറയാ, ഞാൻ ചോദിച്ചു, ഈ ദശാംശം കൊടുക്കാൻ തീരുമാനിച്ച ഞാൻ 8 കൊല്ലം മുമ്പ് തീരുമാനിച്ചതെന്ന്. അപ്പോൾ എൻ്റെ എല്ലാ ഗ്യാസും പോയി. അപ്പം എനിക്ക് മനസ്സിലായി, എൻ്റെ ക്ലാസ് കേട്ടിട്ടല്ല ഇവള് ഈ ദശാംശം എനിക്ക് 100 തന്നേന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ആദ്യം വിചാരിച്ചത് വചനം പറയുമ്പോഴേക്കും അതിൻ്റെ ഫലം പുറപ്പെടുവിച്ചു എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇവള് പറയണ 8 കൊല്ലം മുമ്പ് തൊട്ട് ഞാൻ ദശാംശം കൊടുക്കാൻ തുടങ്ങിയതാണ്. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ ആള് പറയണ, എൻ്റെ ഭർത്താവ് ഒരു TB രോഗിയാണ്. TB രോഗി. കല്യാണത്തിന് മുമ്പേ അത് TB രോഗിയാണ്, മക്കളില്ല. ഇദ്ദേഹത്തെ കല്യാണം കഴിച്ചു. ഇപ്പം ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായിട്ടില്ല. പക്ഷേ വചനോത്സവം മാസികയിലെ ധ്യാനം കൂടിയപ്പോൾ TB രോഗം മാറിയെന്ന് പറഞ്ഞിട്ടൊരു സാക്ഷി ഉണ്ടായിരുന്നു. അതൊരു ക്രൈസ്തവ സഹോദരി അത് വായിച്ചിട്ട് ആ വചനോത്സവം എൻ്റെ കയ്യിൽ കൊണ്ടുവന്നു. ഈ ജാനകി പറയുന്നതാണ് കേട്ടോ. എന്നിട്ട് എന്നോട് പറയും, മോളെ ഇതൊന്ന് വായിച്ചു നോക്ക്, നിന്റെ ഭർത്താവിൻ്റെ TB രോഗം മാറിക്കോളും, നീ പോയിട്ടൊരു ധ്യാനം കൂടാൻ പറഞ്ഞു. ഇത്ര ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, ഞങ്ങൾക്ക് ധ്യാനം കൂടാൻ പറ്റുമോ ചേച്ചിയെ? ഞങ്ങൾ ഹിന്ദുക്കളല്ലേ, കുഴപ്പമില്ല, എത്രയോ ഹിന്ദുക്കൾ അവിടെ വന്ന് ധ്യാനം കൂടുന്നുണ്ട്. അങ്ങനെ ഇവള് വചനോത്സവം വാങ്ങിച്ചു വെച്ചിട്ട് ആരോടും പറയാതെ ഭർത്താവിനെ കൂട്ടി ഡിവൈനിൽ പോയി. അങ്ങനെ 6 മാസം കൂടുമ്പോൾ ഇവൾക്ക് ഈ ഭർത്താവിന് TB ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് നടത്തണം. കഫം എടുത്തിട്ട് ചെക്കപ്പ് നടത്തും. അപ്പോൾ ഇത്രയും വർഷമായിട്ട് ഒരു കുറവും വന്നിട്ടില്ല, മരുന്ന് കഴിക്കുന്നുണ്ട്. അങ്ങനെ ധ്യാനത്തിന് പോയി
ഇയാൾ കിടന്ന് ധ്യാനിച്ചു. ഭാര്യ ജാനകി കസേരയിലിരുന്ന് ധ്യാനം കൂടി. പക്ഷെ അവിടെ ഒരു വ്യത്യാസം വന്നില്ല. എന്നാൽ ജാനകിയുടെ മനസ്സിൽ ദൈവം കൊടുത്തൊരു വചനാണ്, ഇവള് കാണാതെ പറഞ്ഞൊരു വചനാണ്. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു. സങ്കീർത്തനം 41-ാമത്തെ അധ്യായത്തില് 1, 2, 3 വചനം. ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ ഭാഗ്യവാൻ. കഷ്ടതയുടെ നാളുകളിൽ കർത്താവ് അവനെ രക്ഷിക്കും. കർത്താവ് അവനെ പരിപാലിക്കുകയും അവന്റെ ജീവൻ സംരക്ഷിക്കുകയും ചെയ്യും. അവൻ ഭൂമിയിൽ അനുഗ്രഹീതനായിരിക്കും. ദൈവം അവനെ ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കുകയില്ല. കർത്താവ് അവന് രോഗശൈലിയിൽ ആശ്വാസം പകരും. കർത്താവ് അവനെ രോഗശാന്തി നൽകും. ഈ വചനം സുവർണ ലിപികളാൽ ഈ മകളുടെ മനസ്സിൽ അത് കർത്താവ് പതിപ്പിച്ചു കൊടുത്തു. ധ്യാനം കഴിഞ്ഞിട്ട് ഭർത്താവ് ചോദിച്ചു, എൻ്റെ രോഗം മാറിയടി എന്ന് ചോദിച്ചു. നമുക്ക് പോയി ടെസ്റ്റ് ചെയ്യണ്ടേ? അതിന് സമയമാകുമ്പോൾ ടെസ്റ്റ് ചെയ്യും. നാട്ടിലേക്ക് വന്നു. ഇവള് ചെയ്ത പണി എന്താണെന്നറിയോ? ഇവിടെ അവിടെ ദശാംശന്റെ ക്ലാസ് കേട്ടോന്നൊന്നും എനിക്കറിയില്ല. ഇവിടെ എന്തായാലും ദൈവജനം ഉള്ളിൽ വന്നപ്പോൾ ദൈവസ്നേഹം അനുഭവിച്ചു. അപ്പൊ അവൾക്ക് അവളേക്കാൾ കഷ്ടപ്പാടും ദാരിദ്ര്യം അനുഭവിക്കുന്ന മനുഷ്യരോട് ഒരു കരുണ തോന്നി. ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് നമ്മോട് കരുണ കാണിക്കുന്നത് പോലെ നിങ്ങളും മറ്റു മനുഷ്യരോട് കരുണ കാണിക്കേണ്ടവരാണ്. അപ്പൊ ഇവിടെ പണ്ടത്തെ കുട്ടിക്കൂരയുടെ പൗഡർ ഉണ്ട്, വലിയ കുറ്റി. അതൊരെണ്ണം കാലി എടുത്തിട്ട് അതിന്റെ മുഖം വെട്ടുകത്തി കൊണ്ട് വെട്ടിപ്പൊളിച്ച് മണ്ണിൽ കുഴിച്ചിട്ടു. അന്ന് ഇവിടെ ഈ ടിപ്പർ ലോറിയിലെ തലച്ചുമടായിട്ട് മണ്ണിടുന്ന പണിക്കാണ് ഇവിടെ പോകുന്നത്. ഇപ്പൊ അങ്ങനെയൊന്നുമല്ല, ഇപ്പൊ JCB ഉപയോഗിച്ചിട്ടാണ് മണ്ണ് നിറയ്ക്കുന്നത്. അന്ന് 60 രൂപയാണ് അതിലെ കൂലി. ഇത് കുറച്ച് മുമ്പത്തെ ഒരു കാര്യമാണ്. 60 രൂപ കൂലി കിട്ടുമ്പോൾ 6 രൂപ ഈ ചെപ്പിലിട്ട് വയ്ക്കും. എന്നിട്ട് ആ കാശിന്ന് ചിലപ്പോൾ അവള് ഈർക്കിലോണ്ടൊക്കെ തോണ്ടി എടുത്തിട്ട് 100, 150 ആവുമ്പോൾ അവിടുത്തെ വികാരിച്ചനും കൊണ്ടുകൊടുക്കും. അച്ഛൻ പറഞ്ഞത് എന്താ സംഭവം? ഇതെന്റെ ദശാംശമാണ് അച്ഛ. മോളെ, നീയാണ് ഞങ്ങളുടെ ഇടവകയിലത്തെ ഏറ്റവും പാവപ്പെട്ട പെണ്ണ്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും, നീ ഇത് ദശാംശം കൊടുക്കണ്ട. ഇത് നീ ആർക്കും കൊടുക്കണ്ട, നീ ജീവിക്കുന്നതുകൊണ്ട്. അല്ലല്ല, ഇത് എന്നേക്കാൾ ദാരിദ്ര്യം അനുഭവിക്കുന്ന മക്കൾക്ക് കൊടുക്കണം എന്നാണ് എൻ്റെ ഉള്ളിൽ പറയണത്, മനസ്സിൽ പറയണെന്ന്. അപ്പൊ അച്ഛൻ അത് നിർബന്ധമായിട്ടും അച്ഛന് കൊടുക്കും. അങ്ങനെ ഇവള് 6 മാസം അങ്ങനെ പ്രവർത്തിച്ചു. ഇപ്പൊ ഡെയിലി പണിയുണ്ട്. 6ാമത്തെ മാസമായപ്പോഴ് TB ഹോസ്പിറ്റലില് ഭർത്താവിനെ കൊണ്ടുപോയി. എത്രയോ വർഷങ്ങളായിട്ട് ചെറുപ്പം തൊട്ടുള്ളതാണ് TB രോഗം. കല്യാണം കഴിഞ്ഞിട്ട് രോഗം മാറിയിട്ടുമില്ല, കുട്ടികൾ ഉണ്ടായിട്ടുമില്ല. 6ാമത്തെ മാസം ഈ ഭർത്താവിനെയും കൊണ്ട് TB ഹോസ്പിറ്റലിൽ പോയി പരിശോധിച്ചപ്പോൾ TBയുടെ ഒരു രോഗാണുക്കൾ പോലും ആ മനുഷ്യന്റെ ശരീരത്തിലില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ കർത്താവ് ദശാംശം കൊടുക്കുന്ന വ്യക്തി ആരായിരുന്നാലും ആ വ്യക്തിയുടെ ശാരീരികമായ രോഗങ്ങള് സൗഖ്യപ്പെടുത്തും എന്നതിന്റെ വലിയൊരു സാക്ഷ്യമാണ് ഇപ്പൊ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു കാര്യം എടുക്കാം. ഞാന് തൃശ്ശൂര് ജോലി ചെയ്യുമ്പോൾ 1973 ഞാൻ തൃശ്ശൂര് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലിക്ക് കയറിയ ആളാണ്. പിറ്റേ കൊല്ലം തൃശ്ശൂര് ഓട്ടോറിക്ഷ ഇറങ്ങിയ സമയത്ത് എൻ്റെ മൂത്ത ചേട്ടൻ ഒരു ഓട്ടോറിക്ഷ വാങ്ങിച്ചു. എന്നിട്ട് ഒരു ഡ്രൈവറെ വെച്ച് ഓടിപ്പിക്കുക. അപ്പൊ എനിക്കിത് ഓടിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ എനിക്ക് 10-16 വയസ്സായിട്ടുള്ളൂ. അപ്പൊ ഞാൻ ജോലി കഴിഞ്ഞിട്ട് ഈ ഡ്രൈവറെ അടുത്ത് ചെന്നിട്ട് പറയും, എന്നെ ഒന്ന് പഠിപ്പിക്കുമെന്ന് പറയും. സംഗതി ചേട്ടൻ്റെ വണ്ടിയാണ്, ഞാൻ ചേട്ടൻ്റെ കൂടെയാണ് താമസിക്കണേ. അപ്പൊ അവൻ പറയും കുഴപ്പമില്ല. അപ്പൊ ട്രിപ്പ് പോകുമ്പോൾ അവ ഓടിക്കും, വരുമ്പോൾ എൻ്റെ കയ്യിൽ വണ്ടി തരും. അങ്ങനെ ഞാനത് ഓടിച്ച് അത്യാവശ്യം ഓടിക്കാവുന്ന കണ്ടീഷനായി. ഒരു ദിവസം തൃശ്ശൂര് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് വണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഡ്രൈവർ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. എൻ്റെ ഒരു പേരുകാരൻ തന്നെയാണ്. അങ്ങനെ ആള് വീട് വലിച്ചിരിക്കുകയാണ്. ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. നേരെ ഹൈ റോഡ് കൂടി പോകുമ്പോൾ ആ പോലീസ് സ്റ്റേഷൻ്റെ അവിടെ എത്തിയപ്പോൾ ഒരു കാളവണ്ടി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡ്രൈവർ, ഞാൻ എൻ്റെ കൺട്രോളിൽ വണ്ടി ഓടിക്കണേ, അവൻ വെറുതെ ഹാൻഡിലൊന്ന് വെട്ടിച്ചപ്പോൾ എന്താണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൺട്രോളിൽ പോയി. അങ്ങോട്ട് പോണ വണ്ടി തിരിഞ്ഞ് പോലീസ് സ്റ്റേഷൻ്റെ ഗേറ്റിൽ മറിഞ്ഞു. ഗേറ്റിലേക്ക് അങ്ങനെയാണ് കടക്കാൻ പറ്റാത്ത കണ്ടീഷനായി. അത് പണ്ടത്തെ വണ്ടി എന്ന് പറഞ്ഞാൽ ഓട്ടോറിക്ഷ മെറ്റൽ ബോഡിയാണ്, കുറച്ച് വെയിറ്റുള്ള വണ്ടിയാണ്. അവനും വീണു, ഞാനും വീണു.
ഞാൻ കമന്ന് വീണു. എൻ്റെ നടുമ്പുറത്ത് ഈ ഓട്ടോറിക്ഷ വന്ന് വീണു. മാത്രമല്ല വണ്ടി ഓഫായില്ല, എന്നെ ആ ടാർ ചെയ്ത റോട്ടിൽ ഇങ്ങനെ ഇട്ട് ഞരക്കി. അപ്പം എൻ്റെ ഫ്രണ്ട് ഭാഗം മൊത്തം തൊലി പോയി ചോര വന്നുകൊണ്ടിരിക്കുക. അപ്പം നേരെ മുമ്പിൽ ഒരു യൂണിയൻ പണിക്കാരുണ്ട്, KTC സർവീസുകാർ. അവിടുന്ന് ആൾക്കാർ വന്നു, എന്നെ വണ്ടി നിർത്തി എന്നെ എടുത്തു. ഞാൻ പറഞ്ഞു എൻ്റെ ഒന്ന് മലർത്തി കിടക്കാൻ പറഞ്ഞു. അങ്ങനെ എന്നെ അവിടെ പുല്ലില് മലർത്തി കിടത്തി. ഡ്രൈവർക്ക് കാൽമേലെ നിസ്സാരമായിട്ട് പറ്റിയിട്ടുള്ളൂ. അപ്പോഴേക്കും ആരോ എനിക്കൊരു ചുവന്ന കപ്പില് വെള്ളം കൊണ്ടുവന്ന് തരിക. ഒരു കപ്പിൽ വെള്ളം കൊണ്ടുപോവാ, ഈ ആൾക്ക് വെള്ളം കൊടുക്കുന്നു പറഞ്ഞു. അപ്പൊ എൻ്റെ അപ്പനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇത് ഒടുക്കത്തെ വെള്ളമാണ്, ഇത് കുടിച്ചാൽ ഞാൻ മരിക്കും. അപ്പൊ ഞാൻ മേലാകെ ചോരയാണ്, ഷർട്ട് കീറി പാൻറ്റൊക്കെ കീറിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞേ എനിക്ക് വെള്ളം വേണ്ടാന്ന്. കാരണം എന്താ മനസ്സിലായ, ഈ വെള്ളം ഞാൻ കുടിച്ചാൽ ഞാൻ മരിക്കുന്നുള്ള കാര്യമാണ് എൻ്റെ മനസ്സിൽ. കാരണം അതുകൊണ്ട് ഞാൻ വെള്ളം കുടിക്കാതിരുന്നാൽ മരിക്കില്ലല്ലോ. അപ്പോഴേക്കും അവരൊരു ടാക്സി നിർത്തിയിട്ട് അതിലെന്നെ കയറ്റി നമ്മുടെ തൃശ്ശൂരത്തെ സിവിൽ ഹോസ്പിറ്റലിലേക്ക് എന്നെ കൊണ്ടുപോയി. പ്രിയപ്പെട്ടവരെ, ഞാൻ ചെല്ലുമ്പോൾ അപ്പോൾ ഏതാണ്ട് ഒരു 9:10 മണി ആവാറായിട്ടുണ്ട്. ഞാൻ ചെല്ലുമ്പോൾ ആശുപത്രിയിൽ ഒരു അനക്കമില്ല. വളരെ എല്ലാ കട്ടിലും കുറേയൊക്കെ ഒഴിവാണ്. നമ്മൾ പറയില്ലേ പാപി ചെന്നിടം പാതാളം എന്ന് പറയും. അന്ന് ഞാൻ ധ്യാനം കൂടിയിട്ടില്ല കേട്ടോ, ചെറുപ്പമാണ്. ഞാൻ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോണ്ട് ഗുരുവായൂരിൽ ഒരു ബസ് മറിഞ്ഞിട്ട് ഇഷ്ടം പോലെ 100 ചില്ലാന ആൾക്കാരെ കൊണ്ടുവന്ന് എടുത്തു. അപ്പോൾ ഞാനൊരു കാലി കട്ടിൽമ കിടന്ന ആളെ എന്നെ പിടിച്ച് താഴ്ത്തിക്ക് ഇട്ടു, നിലത്തേക്ക് എടുത്തി. എന്നിട്ട് എൻ്റെയൊക്കെ സീരിയസ് ഉള്ള ആൾക്കാരെ അമ്മ കെടുത്തി. അപ്പം അന്ന് എനിക്ക് ഓട്ടോറിക്ഷയുടെ അടിയിൽ പെട്ടിട്ട് എനിക്ക് നടുവേദന, ഭയങ്കര നടുവേദനയായിരുന്നു. മാംസപേശികൾക്ക് ചതവുണ്ടെന്നാണ് അന്ന് എക്സ്റേയിൽ ഒരു ഡോക്ടർ പറഞ്ഞത്. സിവിൽ ആശുപത്രിയിൽ നിന്ന് എനിക്ക് ട്രീറ്റ്മെൻ്റ് ഒന്നും കിട്ടിയില്ല. എന്നേക്കാൾ സീരിയസ് ഉള്ള ആൾക്കാർ വന്നപ്പോൾ അതിൽ 2-3 പേര് മരിച്ചു. പിന്നെ ആൾക്കാരെ എന്നെ നോക്കുകയാണ്, എൻ്റെ മുഖത്തൊക്കെ മേലാകെ പഞ്ഞി വെച്ചിരിക്കുക. അപ്പോൾ അവർ കരുതിയത് ഞാനും ഈ ബസ് ആക്സിഡൻറ്റിൽ വന്ന ആളാണ്. സത്യത്തിൽ ഞാൻ ഓട്ടോറിക്ഷ മറിഞ്ഞിട്ട് വന്നുള്ള ആളാണ്. വലിയ മുഖ്യമന്ത്രിയും മന്ത്രിമാരൊക്കെ വന്നല്ലോ, MLA മാരും, അങ്ങനെ ഡെയിലി ആൾക്കാർ വരികയാണ്. എനിക്ക് പനിയായി തുടങ്ങി. 3-4 പേരും മരിച്ചിട്ട് കൊണ്ടുപോയി. പിന്നെ ആൾക്കാരൊക്കെ എന്നെ ശ്രദ്ധിച്ച് നോക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് ഭയങ്കര പനി വന്നു. എൻ്റെ ചേട്ടനെ ഞാൻ വിളിച്ചു വരുത്തിയിട്ട് എന്നെ അവിടുന്ന് കടത്തി കൊണ്ടുപോയതാണ്, പേര് വെട്ടിയിട്ടില്ലെന്നും. അപ്പോൾ ഈ നടുവേദന ചികിത്സിക്കാനായിട്ട് എനിക്ക് പൈസയില്ല. ഞങ്ങളുടെ വീട് ഒരു പാവപ്പെട്ട വീടാണ്. അപ്പോൾ എൻ്റെ തറവാട്ടിലേക്ക്, എൻ്റെ അമ്മയും അപ്പനുള്ള വീട്ടിലേക്ക് ഞാൻ ചെല്ലുന്നത് മാസത്തിലൊരിക്കലാണ്, അല്ലെങ്കിൽ 2 ആഴ്ച കൂടും. അപ്പോൾ ഞാൻ ഈ ആക്സിഡൻറ്റിൽ പറ്റിയ കാര്യം ഞാൻ അവിടെ ചെന്നപ്പോഴാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിൻ്റെ മുറിവുകളൊക്കെ ഉണങ്ങി തുടങ്ങി. അപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞേ, വണ്ടി ചേട്ടൻ്റെ വണ്ടി ഞാൻ ഓടിച്ചു പിടിക്കുമ്പോൾ മറിഞ്ഞു, എനിക്ക് അപകടം പറ്റിയത് നടുവേദനയാണ്, ഭയങ്കര വേദനയാണെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, പൂക്കുല ലേഹം ഉണ്ടാക്കി തരാം. ഈ പ്രസവിച്ച സ്ത്രീകൾക്ക് കൊടുക്കുന്ന നടുവേദന മാറാൻ വേണ്ടി കൊടുക്കുന്നൊരു മരുന്നാണ് പൂക്കുല ലേഹം. അപ്പോൾ എൻ്റെ 2 പെങ്ങന്മാർക്ക് ഈ സാധനം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഞങ്ങൾ പതുക്കെ തോണ്ടി തിന്നാനായിട്ട് ചെല്ലുമ്പോൾ അമ്മ അത് അനുവദിക്കാറില്ല. പക്ഷെ ഇപ്പം ആ അമ്മ പറയാണ് എനിക്ക് ലേഹം ഉണ്ടാക്കി തരാം, തെങ്ങിൻ പൂക്കിലിട ലേഹം. അത് കഴിച്ചു നോക്കാം. പക്ഷെ 14 കൊല്ലമായിട്ട് എനിക്ക് ഈ സാധനം എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയില്ല. അപ്പം എനിക്ക് ഭയങ്കര വിഷമമുണ്ട്, എനിക്ക് വേദനയുണ്ട്. കുറച്ച് നേരം നിൽക്കാം, കുറച്ച് അപ്പം ഇരിക്കണം, ഇരുന്ന കിടക്കണം, ജോലി ചെയ്യാൻ പറ്റണില്ല, ഭയങ്കര നടുവേദന. ആരോട് പറയാൻ, പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ അനുഭവിക്കേണ്ടത് ഞാൻ തന്നെ അനുഭവിക്കണ്ടേ? എൻ്റെ കല്യാണം കഴിയുമ്പോൾ ഭാര്യ ടൈഗർ ബാം എടുത്തിട്ട് എന്നെ കമത്തിക്ക് എടുത്തിട്ട് നടുമ്പുറത്തൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞ് ചുടുവെള്ളമൊക്കെ പിടിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ ഒന്ന് ഉഷാറായിട്ട് എണീക്കാറ്. പ്രിയപ്പെട്ടവരെ, ഞാൻ 90-ൽ ധ്യാനം കൂടുന്ന സമയത്ത് ദൈവത്തിന്റെ വചനം മത്തായി 6:33, ആദ്യം നിങ്ങൾ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അവയോടൊപ്പം ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കുമെന്ന് പറഞ്ഞ വചനം ഒരു ഹൈന്ദവ സഹോദരിയുടെ നാവിലൂടെ ഞാൻ എൻ്റെ കാതിലേക്ക് ദൈവമായ കർത്താവ് തന്നു. അതെൻ്റെ മനസ്സിലേക്ക് വന്നു, ഹൃദയത്തിലേക്ക് വന്നു. ആ നിമിഷത്തിൽ തന്നെ എൻ്റെ നടുവേദന കർത്താവ് എടുത്തു മാറ്റി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ അന്നത്തെ സമയത്തൊക്കെ ഞങ്ങൾ പറയാറുണ്ട് ഈ രോഗശാന്തിയൊക്കെ തട്ടിപ്പാണ്. ഞാൻ ധ്യാനമൊന്നും കൂടിയിട്ടില്ല കേട്ടോ, വെറുതെ ഞങ്ങൾ കമൻറ്റ് ഓരോരുത്തർ തമ്മിൽ പറയാണ്, അതൊക്കെ വെറുതെ പറയുന്നതാണ്. ഡോക്ടർമാർക്ക് കഴിയാത്തതാണ് ഇവർ പറഞ്ഞ രോഗശാന്തി ഉണ്ടായെന്നൊക്കെ പറയണം. പക്ഷെ എന്നെ തന്നെ ദൈവമായ കർത്താവ് 14 കൊല്ലം ഞാൻ ആ വേദനയുമായിട്ട് നടന്നു. എന്നിട്ട് അവസാനം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുന്നിലേക്ക് വന്നു. കർത്താവിന് എന്നെ സുഖപ്പെടുത്താൻ വേണ്ടിയാണ്
എൻ്റെ അമ്മ ലേഹ്യം ഉണ്ടാക്കി തരാതിരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഹല്ലേലൂയ. ഇന്ന് എനിക്ക് സന്തോഷമുണ്ട്. അത് സ്വന്തം അനുഭവത്തിൽ നിന്നാണ് ഞാൻ സുവിശേഷം പറയുന്നത്. അപ്പൊ എനിക്ക് നല്ല ധൈര്യമുണ്ട്. ഈ ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരുന്നാൽ മതി, നീ ശുദ്ധിയുള്ളവനായി തീരും, നീ സൗഖ്യമുള്ളവനായി തീരും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഇവിടെ ആ ജാനകി എന്ന് പറയുന്നവളുടെ ഭർത്താവിന്റെ TB രോഗം മാറാൻ ഇടയായത് പാവപ്പെട്ട ഭാര്യ വചനം കേട്ട് ദശാംശം കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഈ വചനം, സങ്കീർത്തനം 41 അധ്യായം 1, 2, 3 വചനം ആ ഭർത്താവിന്റെ ജീവിതത്തിൽ നിറവേറി. പിന്നീട് TB രോഗത്തിന് ചികിത്സിക്കേണ്ടി വന്നിട്ടില്ല. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ടവരെ, ദശാംശം കൊടുക്കുന്ന വ്യക്തികൾക്ക്, മക്കളില്ലാത്ത വ്യക്തികൾക്ക് മക്കളുണ്ടാവും. ഏതാണ് നിന്റെ തടസ്സം? ആ തടസ്സം കർത്താവ് എടുത്ത് മാറ്റി അവർക്ക് പെറ്റ് പെരുകാൻ കർത്താവ് ഇടയാക്കും. ദശാംശം കൊടുക്കുന്ന മക്കൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവുന്നു. 8, 10, 15 ഒക്കെ കൊല്ലായിട്ട് മക്കളില്ലാത്തവര്, ഞാൻ ഈ പറയുന്നൊന്ന് കേട്ടിട്ടൊന്ന് പരീക്ഷിച്ചു നോക്ക്. കൃത്യമായിരിക്കണം. അങ്ങനത്തെ ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയാണ്. നിയമാവർത്തന പുസ്തകം 14:29. നിന്റെ പട്ടണത്തിൽ താമസിക്കുന്ന നിനക്കുള്ളതുപോലെ ഓഹരിയും അവകാശവും ഇല്ലാത്ത ലേവിയരും പരദേശികളും അനാഥരും വിധവകളും വന്ന് ദശാംശം ഭക്ഷിച്ച് തൃപ്തി അടയട്ടെ. അപ്പോൾ നിന്റെ ദൈവമായ കർത്താവ് നിന്റെ എല്ലാ പ്രവൃത്തികളിലും നിന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ഒരിക്കല് ഒരു ധ്യാനത്തില് ഒരു സഹോദരി കടന്നു വന്നു. അവള് 10 കൊല്ലമായിട്ട് മക്കളില്ലാത്തവളാണ്. അവളുടെ സാക്ഷി ഞങ്ങൾ ഈ ധ്യാനത്തിൽ ഞങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. 10 കൊല്ലമായിട്ട് മക്കളില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, വിഷമിക്കണ്ട, നിന്റെ ഭർത്താവ് നാട്ടിൽ വരുമ്പോ, ഭർത്താവിന് ബോംബെയിലാണ് ജോലി. അങ്ങനെ ഭർത്താവ് വരുമ്പോ രണ്ടുപേരും കൂടി ധ്യാനത്തിന് പോയി നോക്കി പറഞ്ഞിട്ട് ഞാൻ വിട്ടു, പ്രാർത്ഥിച്ചു വിട്ടു. ഭയങ്കര കരച്ചിലായിരുന്നു. നമുക്ക് കണ്ട സങ്കടമൊന്നും. കാണാൻ നല്ല ഭംഗിയുള്ളൊരു സഹോദരി, ചെറുപ്പാണ്. അപ്പൊ ഇവള് പറയുന്നത്, ഇവളുടെ അണ്ടവാഹിനി കുഴല് സ്ത്രീകൾക്ക് 2 എണ്ണം ഉണ്ടെന്നാണ് പറയണത്. അതില് 1 എണ്ണം അവര് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗർഭം ധരിക്കാനായിട്ട് 50% സാധ്യതയുള്ളത്. അപ്പോൾ പല ഡോക്ടർമാരും പറഞ്ഞു ഇല്ല. ഭർത്താവ് ജോലി ചെയ്യുന്ന നല്ലൊരു കമ്പനിയിൽ ജോലിക്കാരനാണ്, അക്കൗണ്ടന്റാണ്. ജോലി ചെയ്ത് കിട്ടുന്ന കാശ് മുഴുവനും ഭാര്യനെ ചികിത്സിക്കാൻ വേണ്ടി ചെയ്യുന്നതുകൊണ്ട് അവർക്ക് സമ്പാദ്യമൊന്നുമില്ല. അങ്ങനെ ഭാര്യയും ഭർത്താവും കൂടി എൻ്റെ അടുത്ത് ധ്യാനത്തിന് വന്നു. ആമ്പല്ലൂര് സ്പിരിച്വൽ ആനിമേഷൻ സെന്ററിൽ ധ്യാനത്തിന് വന്നു. ഞാൻ അവരുമായിട്ട് സംസാരിച്ചു. ഞാൻ ദൈവമൊന്നുമല്ല കേട്ടോ, ഞാനൊരു സാധാരണ മനുഷ്യനാണ്. അവരോട് ഞാൻ ചോദിച്ചു, അങ്ങനെ മക്കളില്ല, 10 കൊല്ലമായി കുട്ടികളില്ലാതെയായിട്ടതൊക്കെ പറഞ്ഞു. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എത്ര മക്കൾ വേണമെന്ന് ഞാൻ ചോദിച്ചു. അവരുടെ ഉള്ളൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവരങ്ങോട്ടും പരസ്പരം നോക്കുമ്പോൾ എത്ര കുട്ടികൾ കിട്ടിയാലും ഞങ്ങൾ എടുക്കുന്നു പറഞ്ഞു. എന്നാ നിങ്ങൾക്ക് മക്കളെ തരാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യണം, നിനക്ക് എത്ര ശമ്പളം ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു 25,000, 25,000. അതിന്റെ 10% എത്രയാ? 2,500. അപ്പൊ ഇനി മുതൽ ഈ ധ്യാനം കഴിഞ്ഞതിന് ശേഷം ശമ്പളത്തിന്റെ 10% കൃത്യമായിട്ട് മാറ്റി വെച്ചിട്ട് അത് നിങ്ങൾ താമസിക്കുന്ന നാട്ടിലുള്ള ഏതെങ്കിലും പാവപ്പെട്ട ആൾക്കാർക്ക് ഭക്ഷണ വസ്തുക്കളായിട്ട് കൊടുക്കാനാണ് ഞാൻ പറഞ്ഞത്. കാശ് കൊടുക്കണ്ട, കാശ് കൊടുത്താൽ കള്ളുപിടിച്ച് കളയുള്ളൂ. അങ്ങനെ അവര് അനുസരിക്കാൻ തയ്യാറായി. പ്രിയപ്പെട്ടവരെ, 2 പേർക്കും തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് 2 വിട്ടു. ഇവര് ആ മാസത്തെ ശമ്പളം കിട്ടിയപ്പോ 2,500 രൂപയും സംഘടിപ്പിച്ച് ഇവര് അവിടെ ചേരി പ്രദേശങ്ങളുണ്ടെന്ന് പറയണം. ഞാൻ പോയിട്ടില്ല. ചേരി പ്രദേശങ്ങളിൽ പോയി ഇവര് 500 രൂപയുടെ 5 ഭക്ഷണ സാധനങ്ങളുടെ കിറ്റ് ഉണ്ടാക്കി. പലഹാരങ്ങളല്ല, അരി അങ്ങനെയുള്ള പലചരക്ക് സാധനങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ചെന്നു. അവിടുത്തെ ഒരു ലീഡറെ കണ്ടു. അവിടുത്തെ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന 5 വീട്ടിലേക്ക് ഓരോ കിറ്റ് കൊണ്ടുകൊടുത്തു. എന്നിട്ട് പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളൂ. പ്രിയപ്പെട്ടവരെ, വൈദ്യശാസ്ത്രം കൈവിട്ടിട ഒരിക്കലും കുഞ്ഞുണ്ടാവില്ല എന്ന് കരുതിയ ആ മകൾക്ക് ആ ദശാംശം കൊടുക്കാൻ തുടങ്ങിയ ആ മാസം തന്നെ കർത്താവ് അവളെ ഗർഭം ധരിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അവള് വിശേഷമുള്ളവളായി മാറി എന്ന് പറയണം.
അവിടുന്ന് ഒരു 1.5 മാസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറയണം, ജോസ് ബ്രദറ് ഞങ്ങള് ഒരു ഹോസ്പിറ്റലിൽ വന്നിരിക്കുക. എന്തോ വല്ല അപകടം പറ്റുമോ? അപകടമല്ല, വൈഫിന് വിശേഷം ഉണ്ടോന്നൊരു സംശയം. അപ്പൊ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുക. അരമണിക്കൂർ കഴിയുമ്പോൾ റിസൾട്ട് കിട്ടും. അപ്പൊ ഞാൻ പറഞ്ഞു അറിയിക്ക്. അരമണിക്കൂർ കഴിയുമ്പോൾ പറയാണ്, ബിജി ആ മകള് ഗർഭിണിയാണെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ സമയത്തിന്റെ തികവിൽ അവളൊരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു. പിന്നെ ആ പെൺകുഞ്ഞിനെ പ്രസവിച്ചതിന് ശേഷം അവരുടെ സ്കൂട്ടർ യാത്ര മാറ്റിയിട്ട് കാറ് വാങ്ങിച്ചു. പിന്നെ അതുപോലെ തന്നെ അവരുടെ തറവാടിന്റെ അടുത്ത് 2 നില വീട് വാങ്ങിച്ചു. ശമ്പളത്തില് ഇൻക്രിമെന്റ് കിട്ടി, പ്രൊമോഷൻ കിട്ടി അവർക്ക്. അപ്പൊ ഒരു കുഞ്ഞിനെ ദൈവം തരുമ്പോ ആ കുഞ്ഞിനെ വളർത്താൻ വേണ്ട എല്ലാ അനുകൂല സാഹചര്യങ്ങളും ദൈവമായ കർത്താവ് ആ ദമ്പതിമാർക്ക് കൊടുക്കുന്നുണ്ട്. ഇന്ന് എല്ലാവർക്കും തരുന്നുണ്ട്. നമുക്ക് അത് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അധികം വൈകാതെ 2ാമത്തെ കുഞ്ഞിനെ ഗർഭം ധരിച്ചു. അതൊരു പെൺകുഞ്ഞ്. അപ്പോ നാട്ടിൽ സ്ഥലം വാങ്ങിക്കുന്നു. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് 1 ലക്ഷത്തിലധികം ശമ്പളം വാങ്ങിക്കുന്ന മകനാണ്. എൻ്റെ ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ 25,000 ആയിരുന്നു. 1 ലക്ഷത്തിലധികം സാലറി വാങ്ങിക്കുന്ന വ്യക്തിയാണ്. ഇപ്പോ ആ മകന്റെ 2 മക്കളും, ഒരാള് MBBSന് ചേർന്നു, ഒരാള് ഡെന്റൽ കോളേജില് ഡെന്റൽ ഡോക്ടറായിട്ട് ചേർന്നു. അത്രയും വലുതായി. ഇത് ഇന്നലെ നടന്ന കാര്യമല്ല, കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യം. ഞാൻ എല്ലാ ധ്യാനത്തിലും പറയാറുണ്ട്. അപ്പോ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാര് അവര് ജോലിക്കാരാണെങ്കിൽ ഒരു കുഞ്ഞിന് വേണ്ടി നിങ്ങൾ മറ്റുള്ള ടെസ്റ്റുകൾക്കൊന്നും പോകണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. നമ്മുടെ ദൈവത്തിന് തരാൻ സാധിക്കാത്ത ഒന്നുമില്ല. വിവാഹത്തിന്റെ അന്ന് ഭാര്യയോടും ഭർത്താവിനോടും ദൈവം പറഞ്ഞു, നിങ്ങൾ മക്കളില്ലാതെ പോകട്ടെ എന്ന് പറഞ്ഞിട്ടില്ല. കർത്താവ് ആഗ്രഹിക്കുന്നത് ദൈവഭക്തരായ മക്കൾക്ക് ജന്മം കൊടുക്കാനാണ്. പുരുഷന് ഭാര്യയും ഭാര്യയ്ക്ക് ഭർത്താവും എന്ന് വചനം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സന്താന പുഷ്ടിയുള്ളവരായി പെറ്റുവരുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അല്ല മക്കളില്ലാതിരിക്കാൻ വേണ്ടിയിട്ടല്ല കല്യാണം കഴിക്കുന്നത്. അപ്പൊ മക്കളില്ലാത്തതിന് പല കാരണങ്ങളുണ്ട്. നമ്മൾ വിശ്വാസത്തിലേക്ക് വരാതെ നമ്മൾ മക്കൾക്ക് ജന്മം കൊടുത്താൽ, ദൈവസ്നേഹം അനുഭവിക്കാതെ മക്കൾക്ക് ജന്മം കൊടുത്താൽ ആ മക്കളൊന്നും ഗുണം പിടിക്കാൻ സാധ്യത കുറവാണ്. കാരണം മാതാവിൻ്റെയും പിതാവിൻ്റെയും പരസ്പര സ്നേഹത്തിൽ നിന്ന് വേണം ജനിക്കുന്ന മക്കൾ. അപ്പോൾ ആ മക്കൾ സ്നേഹം അനുഭവിച്ചുകൊണ്ടായിരിക്കും ജനിക്കുന്നത്. അവരൊക്കെ ദൈവത്തോട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാവും. പക്ഷേ കല്യാണം കഴിയുക എല്ലാവരും ആഗ്രഹം എങ്ങനെയാ? 10, 30, 40 വയസ്സായിട്ട് ഇന്ന് വചനം കേൾക്കുക, നാളെ കല്യാണം കഴിയുക, മറ്റന്നാൾ ഭാര്യ ഗർഭം ധരിക്കുക, അതിന് പിറ്റുന്ന ഭാര്യ പ്രസവിക്കുക, അങ്ങനെ ഇറ്റലിയിലേക്ക് പോവുക, ജർമ്മനിയിലേക്ക് പോവുക. ഇതൊക്കെയാണ് ആൾക്കാർക്ക് ആവശ്യം. പിന്നെ ദയവായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല. എൻ്റെ ധ്യാനം കൂടി 3-4 വർഷങ്ങളായിട്ട് വിസയ്ക്ക് വേണ്ടി പരിശ്രമിച്ച പല സഹോദരിമാരും പറയുന്നത് നഴ്സിങ്ങിന് പഠിക്കാൻ പോയവരാണ്. ജോസ് ബ്രദറെ, ഞങ്ങൾക്ക് ഇവിടെ പള്ളിയിൽ പോകാൻ പറ്റണില്ല, പള്ളി വളരെ ദൂരെയാണ്, അപ്പൊ ഞങ്ങൾക്ക് കുർബാനയ്ക്ക് പോകാൻ പറ്റണില്ല, ഞങ്ങൾ എന്താ ചെയ്യാ? ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്ക്, ഓൺലൈനിൽ കുർബാന കാണാലോ, അങ്ങനെയും കാണും, അങ്ങനെ പറഞ്ഞു കൊടുക്കണേ. അപ്പൊ അവർക്ക് ദേവാലയത്തിൽ പോയി പരിശോധന സ്വീകരിക്കാൻ പറ്റുന്നില്ല എന്നാണ് അവരുടെ സങ്കടം. അപ്പൊ പലരും പിന്നീട് ആ പോക്ക് നിർത്തും. കാരണം ഒഴിവുമില്ല, ദൂരമുണ്ട്, പോകാൻ പറ്റണില്ല. അപ്പൊ ദൈവമായിട്ടുള്ള ബന്ധം അതോടെ അവസാനിക്കും. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിങ്ങൾ മക്കളില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ മംഗളവാർത്ത ധ്യാന ടീമിന്റെ വചന അഭിഷേക ധ്യാനത്തിലേക്ക് 2 ദിവസമുള്ളൂ. എല്ലാ മാസവും 3-ാമത്തെ വെള്ളിയാഴ്ച 5 മണിക്ക് തുടങ്ങി ശനി ഞായറാഴ്ച 4 മണിക്ക് കഴിയും. തൃശ്ശൂര് പഴയന്നൂര് കല്ലംകുളം നോർബർട്ട് ധ്യാന കേന്ദ്രം, ചെറിയൊരു സെന്ററാണ്, 75 പേർക്ക് താമസിക്കാനേ പറ്റുള്ളൂ. അതിൽ വന്ന് നിങ്ങൾ ഒരു ധ്യാനത്തിൽ സംബന്ധിക്കുകയും നല്ലൊരു കൗൺസിലിങ്ങും നല്ല ഒരു കുമ്പസാരമൊക്കെ നടത്തി കഴിയുമ്പോൾ എല്ലാ തടസ്സങ്ങളും മാറും. കിട്ടുന്ന വരുമാനത്തിൻ്റെ ശമ്പളത്തിൻ്റെ 10% നിങ്ങൾ മാറ്റിവെച്ച് അത് നിങ്ങൾ അർഹതയുള്ള വ്യക്തികൾക്ക് കൊടുക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളിലും കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, ഈ വചനം പ്രഘോഷിക്കാൻ എന്നെയും ഇത് ശ്രവിക്കുന്ന അങ്ങയുടെ മക്കളെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ. മക്കളില്ലാത്ത ദമ്പതിമാരെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മക്കളുണ്ടാകാനുള്ള എല്ലാ തടസ്സങ്ങളും മാറ്റിക്കൊടുത്തുകൊണ്ട് കൃത്യമായിട്ട് വരുമാനത്തിൻ്റെ 10% മാറ്റിവെക്കാനും അത് അർഹതപ്പെട്ട വ്യക്തികളെ കണ്ടെത്തി കൊടുക്കാനും
സുവിശേഷ വേലയിൽ സഹായിക്കാനും. ഞാൻ പലരോടും പറയാറുണ്ട്, ഞങ്ങളിപ്പോൾ നടത്തുന്ന ധ്യാനം ഫ്രീ ആണ്, ധ്യാനത്തിന് ഫീസില്ല. കഴിവുള്ളവർ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി പേരോട് സുവിശേഷം പറയാൻ സാധിക്കും. ഞങ്ങൾക്ക് കഴിഞ്ഞ മാസം വരെ ഫീസ് വെച്ചിട്ടാണ് ധ്യാനം നടത്തിയിട്ടുള്ളത്. ഈ ഒക്ടോബർ മുതൽ കർത്താവ് ആഗ്രഹിക്കുകയാണ് ഫീസ് ഇല്ലാതെ ധ്യാനം നടത്താൻ. ഞാൻ പണ്ട് 2010 മുതൽ 17 വരെ ഫീസില്ലാതെ 7 വർഷം ധ്യാനം നടത്തിയിട്ടുള്ള ആളാണ്. അന്ന് കേരളത്തിൽ ഒരു ധ്യാന കേന്ദ്രത്തിലും ഫീസില്ലാതെ നടത്തുന്നില്ല, ഒക്കെ ഫീസ് വാങ്ങിച്ചിട്ടാണ് നടത്തുന്നത്. അപ്പോൾ വീണ്ടും ഞാൻ ഫീസില്ലാതെ ധ്യാനം നടത്തുകയാണ്. അപ്പോൾ നല്ല മനസ്സുള്ള, സഹായിക്കാൻ മനസ്സുള്ള വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങൾ, ലക്ഷങ്ങളൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഒരു ധ്യാനം നടത്താൻ 10, 15 അല്ലെങ്കിൽ 20,000 രൂപ മാക്സിമം വരും. 10-50 പേർക്ക് ധ്യാനിക്കാൻ. അവർക്ക് ഭക്ഷണം ഞങ്ങൾ റെന്റിന് എടുത്തിട്ടാണ് നടത്തുന്നത്. ആ ധ്യാന കേന്ദ്രം വാടകയ്ക്ക് എടുത്ത് നടത്തുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് സാധ്യത ഉണ്ടെങ്കിൽ ഞങ്ങളെ സഹായിച്ച നല്ലതാണ്. എൻ്റെ ഫോൺ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഗൂഗിൾ പേ ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യാം. പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.